യൂറിക് ആസിഡ് നിയന്ത്രിക്കാം. ഈ അടുത്ത കാലത്ത് പലരും അനുഭവിച്ചു തുടങ്ങിയ ഒരു പ്രശ്നമാണ് യൂറിക് ആസിഡിന്റെ അളവിലുള്ള വർധന. സന്ധികളിൽ ഉണ്ടാകുന്ന കഠിനമായ വേദനയാണ് ഇതിന്റെ ഫലം. ഈ വേദന പലരിലും അസഹനീയമാണ്. ശരീരത്തിലെ യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കുകയല്ലാതെ ഇതിൽ നിന്നും മുക്തി നേടാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല. യൂറിക് ആസിഡ് എങ്ങനെ ഉണ്ടാകുന്നു? ശരീരത്തിലെ കോശങ്ങളിലെ DNA ഒരു പ്രധാന ഘടകമായ പ്യൂരിൻ വിഘടിച്ചാണ് പ്രധാനമായും ശരീരത്തിൽ യൂറിക് ആസിഡ് ഉണ്ടാവുന്നത്. ഇതുകൂടാതെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രോട്ടീൻ വിഘടിച്ച് പ്യൂരിൻ ഉണ്ടാവുകയും അതിൽ നിന്നും ധാരാളമായി യൂറിക് ആസിഡ് ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. മാംസം, മത്സ്യം, മദ്യം എന്നിവയും ഇതിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ പ്രധാനമായും മാറ്റം വരുത്തേണ്ടത് ഭക്ഷണ കാര്യത്തിലാണ്. കൊഴുപ്പ് കൂടുതൽ അടങ്ങിയ മാംസാഹാരങ്ങളിലും വിവിധ ഇനം ഈസ്റ്റ് ഉപയോഗിച്ചുള്ള വിഭവങ്ങളിലും പ്യൂരിൻ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് യൂറിക് ആസിഡിന്റെ അമിതമായ വർധനവിന് കാരണമാകും. ഇതുകൊണ്ട് ബ്രെഡ്, കേക്ക്, ബിയർ, മദ്യം, മാംസം ഇവ പ്രധാനമായും ഒഴിവാക്കണം. നെയ്യുള്ള മത്സ്യം, ഒലീവ് ഓയിൽ, വെർജിൻ വെളിച്ചെണ്ണ, ഉരുക്കു വെളിച്ചെണ്ണ, ഇഞ്ചി, വാഴപ്പഴം, തക്കാളി, കൈതച്ചക്ക, ചുവന്ന കാബേജ്, നാരങ്ങാവർഗ്ഗങ്ങൾ, തവിട് അധികമുള്ള അരി, റാഗി തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഫൈബർ കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ, ധാന്യങ്ങൾ എന്നിവയും യൂറിക് ആസിഡിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. മാത്രമല്ല ഞാവൽപ്പഴം, കറുത്ത ചെറി, സെലറിയുടെ അരി തുടങ്ങിയവയിൽ യൂറിക് ആസിഡ് കുറയ്ക്കുന്നതും വേദനയും നീരും ശമിപ്പിക്കുന്നതുമായ ഘടകങ്ങളുണ്ട്. ദിവസം കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും നല്ലതാണ്. മുസംബി ജ്യൂസ്, നാരങ്ങ വെള്ളം ഇവ ശീലിക്കുക. ടിന്നിലടച്ചു വെച്ച പദാർത്ഥങ്ങൾ, കോള തുടങ്ങിയവ ഒഴിവാക്കണം. യൂറിക് ആസിഡിന്റെ അളവ് കൂടുന്നത് കരൾ രോഗങ്ങൾക്കും ക്യാൻസറിനും വരെ കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നിയന്ത്രിക്കുന്നത് അത്യാവശ്യവുമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. അതുപോലെ ഈ അറിവുകൾ പരമാവധി ഷെയർ ചെയ്യുക. കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ആരോഗ്യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.